ഹലോ, നമുക്കിന്നൊരു എഗ് പിസ്സ എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ. ഇത് വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. നമ്മളിവിടെ പാല് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കുക്ക് ചെയ്യുമ്പോൾ മുട്ട നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാനാണ് പാല് ചേർക്കുന്നത്. ഇനി പാല് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പകരം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും. നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളൊരു മൂടി കൊണ്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഭാഗം കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഒന്ന് മറച്ചിടുക. ഞാനിവിടെ മറച്ചിട്ടപ്പോൾ ഒരു ചെറിയ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് മറച്ചിടുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മീതെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. സോസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ പിസ്സ സോസോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിസ്സ സോസ് ആണെങ്കിൽ ഒന്നും കൂടെ അതിൻ്റെ ഒതൻറ്റിക് ഫ്ലേവർ കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞത്, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ അതിൽ ആഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഒറിഗാനോ സീസണിങ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ നമ്മുടെ പിസ്സയ്ക്ക് നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 2 ചീസ് സ്ലൈസാണ്. അത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് അധികം നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടുന്ന വരെ മാത്രം ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. നമ്മുടെ ചീസൊക്കെ മെൽറ്റായിട്ട് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. മാത്രമല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്